രാജസ്ഥാൻ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. ഇന്ന് പഞ്ചാബിനെതിരെ മികച്ച വിജയമാണ് രാജസ്ഥാൻ സ്വന്തമാക്കിയത്. കഴിഞ്ഞ ഒറ്റ മത്സരം തോറ്റതുകൊണ്ട് സഞ്ജുവിന്റെ ക്യാപ്റ്റൻസിക്കെതിരെ നിരവധി വിമർശനമാണ് വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതെല്ലാം കാറ്റിൽ പറത്തി സഞ്ജു വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. പഞ്ചാബിനെ വട്ടം കറക്കിയത് സഞ്ജുവിന്റെ തന്ത്രമായിരുന്നു. അപ്പോൾ ഇന്നത്തെ പഞ്ചാബ് രാജസ്ഥാൻ മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. പേര് കേട്ട ഒരുപാട് താരങ്ങൾ രാജസ്ഥാനിലുണ്ടായിരുന്നു. പക്ഷേ അവർക്കൊന്നും തന്നെ ബാറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. എല്ലാവരെയും നിമിഷ നേരം കൊണ്ട് രാജസ്ഥാൻ പുറത്താക്കി. സഞ്ജുവിനെ കൃത്യമായ കാര്യങ്ങൾ അറിയാം. സഞ്ജു ഓരോ ബൗളേഴ്സിനെയും വിളിച്ച് കാര്യങ്ങൾ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അതുതന്നെയാണ് ഇന്ന് രാജസ്ഥാന്റെ വിജയതന്ത്രവും. കഴിഞ്ഞ മത്സരത്തിൽ ബൗളിങ്ങിലാണ് രാജസ്ഥാന് പഴി കിട്ടിയത്. എന്നാൽ ഇപ്പോൾ അത് രാജസ്ഥാൻ തിരുത്തിരിക്കുകയാണ്. പഞ്ചാബിനെ വരിഞ്ഞു കെട്ടിയിരിക്കുകയാണ് രാജസ്ഥാൻ. അങ്ങനെ ഇന്ന് പഞ്ചാബ് 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടപ്പെടുത്തി 147 റൺസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത്ര മികച്ച ബൗളിംഗ് ആണ് രാജസ്ഥാൻ പുറത്തെടുത്തത്. ലാസ്റ്റ് ഓവറുകളിലാണ് കുറച്ച് റൺസ് പോയത്. അതുവരെ പഞ്ചാബിനെ വരിഞ്ഞു കെട്ടി. ഇന്നത്തെ കളിയിൽ എടുത്തു പറയേണ്ടത് സഞ്ജുവിന്റെ ക്യാപ്റ്റൻസി തന്നെയാണ്. ഒരു ക്യാപ്റ്റൻ എങ്ങനെയാകണമെന്ന് സഞ്ജു കാട്ടിത്തന്നു. സഞ്ജു ഇന്നൊരുക്കിയ ഫീൽഡ് സെറ്റ് മികച്ചതായിരുന്നു. 52 റൺസിൽ തന്നെ പഞ്ചാബിന്റെ 4 വിക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു. അവർക്ക് റൺസ് എടുക്കാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് മികച്ച ബാറ്റ്സ്മാൻമാർ അവരുടെ നിരയിലുണ്ട്. പക്ഷെ അവർക്ക് അടിക്കാൻ സാധിക്കുന്നില്ല. അതാണ് രാജസ്ഥാന്റെ തന്ത്രം. അത്രയും മികച്ച രീതിയിലാണ് സഞ്ജു ഇന്ന് രാജസ്ഥാൻ ടീമിനെ നയിച്ചത്. ഒടുവിൽ സെക്കൻഡ് ബാറ്റിംഗിൽ മികച്ചൊരു ഓപ്പണിംഗ് കൂട്ടുകെട്ട് രാജസ്ഥാന് ലഭിച്ചു. ജയ്സ്വാൾ ഇന്ന് അടിച്ചു കളിച്ചു. രാജസ്ഥാനെ സംബന്ധിച്ച് പഞ്ചാബിന്റെ 147 റൺസ് ചെറിയൊരു സ്കോറായിരുന്നു. കാരണം ഒരുപാട് താരനിരകൾ രാജസ്ഥാൻ ടീമിലുണ്ട്. അങ്ങനെ രാജസ്ഥാൻ പഞ്ചാബിനെതിരെ ചരിത്ര വിജയം നേടിയിരിക്കുകയാണ്. കഴിഞ്ഞ ഒറ്റ മത്സരം മാത്രമേ രാജസ്ഥാൻ തോറ്റിട്ടുള്ളൂ. രാജസ്ഥാൻ ഇപ്രാവശ്യം രണ്ടും കൽപ്പിച്ചാണ്. ഇപ്പോൾ തന്നെ 90% പ്ലേ ഓഫ് രാജസ്ഥാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. രാജസ്ഥാന്റെ ഇപ്പോഴത്തെ ഫോം അനുസരിച്ച് സഞ്ജു ഇപ്രാവശ്യം കപ്പ് നേടാനുള്ള എല്ലാവിധ സാധ്യതയുമുണ്ട്. ബാറ്റിംഗിൽ മാത്രമല്ല ബൗളിംഗിൽ രാജസ്ഥാൻ ഫോമിലാണ്. പഞ്ചാബ് രാജസ്ഥാന്റെ മുന്നിൽ മുട്ടുമടക്കി. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.